ഞാൻ വന്നിട്ടുള്ളത് ടെൻട്രോബി എങ്ങനെ പോട്ട് ചെയ്യാന്നുള്ള വീഡിയോ ആയിട്ടാണ്. ടെൻട്രോബിയ മാത്രമല്ല, ഹിബിക്ക ഉണ്ട്, പിന്നെ കാറ്റ്ലിയ ഉണ്ട്. എല്ലാതും ഒരുപോലെ തന്നെയാണ് പോട്ട് ചെയ്യുക. അപ്പോൾ ടെൻട്രോബിയ തന്നെ ആയിക്കോട്ടെ ആദ്യം. ടെൻട്രോബിയ ഇപ്പോൾ ഇതുപോലത്തെ പോട്ടിലാണല്ലോ നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ആ പോട്ടിൽ നിന്ന് അതിങ്ങനെ വലിച്ചെടുത്തു. ഇത് പെട്ടെന്ന് കിട്ടും. കിട്ടണില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് വെള്ളത്തിലിട്ട് ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ ഇളക്കി കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് പോരും. അപ്പോൾ ഞാൻ അത് എടുത്തു കഴിഞ്ഞു. ഇനി സാഫിൽ വേണമെങ്കിൽ സാഫിൽ മുക്കി വെക്കാം. അത് സാഫാണ്, സാഫ് കലക്കി വെച്ചതാണ്. സാഫിന് അങ്ങനെ കണക്കൊന്നുമില്ല. ഒരു കുറച്ച് വെള്ളം എടുത്തിട്ട് ഇത് പ്ലാന്റ് മുങ്ങണ മാതിരി എനിക്ക് എത്ര വേണമെങ്കിലും വെക്കാം. കണ്ടില്ലേ? ഇതിൽ നല്ല ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട്, ഇതിപ്പോൾ ഈ ചകിരിക്ക് പ്രത്യേകിച്ച് അഴുക്കോ കാര്യങ്ങളൊന്നുമില്ല. ഇത് നല്ല ടൈറ്റായിട്ടാണ് ഈ പ്ലാന്റ് ഇരിക്കുന്നത്. നല്ല വേരും ഇതിൻ്റെ ഉള്ളിൽ, ചകിരിൻ്റെ ഉള്ളിലൊന്നും പ്രത്യേകിച്ച് നമുക്കൊന്നും കാണാനില്ല. ഇനി ഇതിങ്ങനെ ചകിരിയൊക്കെ ഒന്ന് വിരുത്തി നോക്കിയിട്ട് നമ്മൾ കയ്യൊക്കെ ഇട്ട് നോക്കിയാൽ ഇതിൻ്റെ ഉള്ളിൽ വല്ല കൊഴുപ്പോ വല്ല എന്തെങ്കിലുമൊക്കെ വൃത്തിയായിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അത് പൈപ്പിനെ ചോട്ടിക്കൊണ്ടിട്ട് നല്ലൊന്ന് കഴുകിയിട്ട് എന്നിട്ട് സാഫിലിട്ട് വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഹൈഡ്രജൻ പെറോക്സൈഡിൽ മുക്കും അല്ലേ? ഇത് ഞാൻ 5 ml 1 ലിറ്റർ വെള്ളത്തിൽ 5 ml ഇതാക്കി വെച്ചതാണ് ഈ വെള്ളം. ഉണ്ടല്ലേ? ഇതും നല്ലതാണ്, സാഫിനേക്കാളും നല്ലതാണിത്. ഇതൊരു അരമണിക്കൂർ വരെ, ഇനി 2 മണിക്കൂർ 3 മണിക്കൂർ വരെ ഇതിലിട്ട് വെച്ചാലും നല്ലതാണ്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ 5 മണിക്കൂർ വരെ വെച്ച് കഴിഞ്ഞാലും നല്ലതാണ്. എന്നിട്ട് ഇതിൽ നിന്ന് എടുത്തിട്ട് പിന്നെ സാവധാനം പോട്ട് ചെയ്ത്, കണ്ടില്ലത് പ്ലാന്റ് ലീഫൊക്കെ കഴുകി വൃത്തിയാക്കി ഇതിൽ കുറച്ച് നേരം ഇട്ട് വെക്കണം. ഏറ്റവും നല്ലതാണ്. എന്ത് രോഗങ്ങളുണ്ടെങ്കിലും അതൊക്കെ മാറിക്കിട്ടാനും പ്ലാന്റ് നന്നായി കിട്ടാനും, അതായത് ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഇതിൽ അഴുക്കും കാര്യങ്ങളും എന്തെങ്കിലും ബാക്ടീരിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോവാനൊക്കെ ഏറ്റവും നല്ലതാണിത്. അത് നിങ്ങൾ കണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്താ ചെയ്തത് എന്നുള്ള കാര്യം. ഇതിൻ്റെ മീഡിയം ഒരിക്കലും നിങ്ങൾ എടുക്കേണ്ടവർക്ക് എടുക്കുക. കരിയിൽ പോട്ട് ചെയ്യുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. പക്ഷേ വലിയ പ്ലാന്റ് അതിൻ്റെ മീഡിയമൊക്കെ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് പ്ലാന്റിന് ചിലപ്പോൾ മഞ്ഞ കളർ വരാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ബ്ലൂമിങ് ആയ വലിയ വലിയ പ്ലാന്റുകളാണല്ലോ. കിക്കീസ് പോലെ അല്ലല്ലോ. കിക്കീസിന് പിന്നെ മീഡിയം ഒന്നും ഉണ്ടാവില്ല. അത് നമുക്ക് എങ്ങനെയും പോട്ട് ചെയ്യാം. വലിയ മീഡിയം വന്ന അങ്ങനത്തെ വലിയ വലിയ പ്ലാന്റുകൾ ഇതിൻ്റെ ചകിരിയൊക്കെ മാറ്റി വരുമ്പോൾ ചിലപ്പോൾ മഞ്ഞ കളറായി ഗ്രോത്ത് വരാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അറിയുന്ന ആൾക്കാർക്ക് എങ്ങനെ താല്പര്യം വിചാരിച്ചാൽ അതുപോലെ തന്നെ പോട്ട് ചെയ്യാം. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാണ്. ഇതൊക്കെ ഇപ്പോൾ പൂക്കാനായി കണ്ടില്ലേ? ഇതിൻ്റെ കണ്ടില്ലേ സ്റ്റെമ്പും കാര്യമൊക്കെ കണ്ടേ? നല്ല വണ്ണം വെച്ച് പൂക്കാനായ വലിയ പ്ലാന്റാണ് ഇതൊക്കെ. പ്ലാന്റ് പൂക്കാനാകുമ്പോൾ അടയാളങ്ങളാണ്. സ്റ്റെമ്പിൻ്റെ വെടുക്കൊക്കെ നല്ല വണ്ണം വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ ഞാൻ കരി കുറച്ചിട്ടു, കണ്ടില്ലേ? മീഡിയം ഇട്ടു. കരി വാഷ് ചെയ്ത് വെച്ചിട്ടില്ല കരിയാണ്. സാഫിലും ആണെങ്കിൽ എങ്ങനെ വേണമെങ്കിലും വാഷ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ വാഷ് ചെയ്ത് വെച്ച കരി ഇതിൽ കുറച്ച് അടിയിൽ കുറച്ചിട്ടു. ഇനി ചകിരിയല്ല, ഇനിയിപ്പോൾ എന്താ ഓടിൻ്റെ കഷ്ണങ്ങളുണ്ട്, അതിലൊക്കെ ചിലപ്പോൾ വേഗം ഫംഗസ് വരും. കരിയിലും വരും, കുഴപ്പമൊന്നുമില്ല. പിന്നെ പക്ഷേ ഫംഗസ് ഏതിലും വരും. അത് നമ്മളെപ്പോഴും പ്ലാന്റിനെ ശ്രദ്ധിക്കുന്ന ആൾക്കാർക്ക് അറിയാമല്ലോ. അപ്പോൾ അത് എടുത്തിട്ട് മീഡിയമൊക്കെ എടുത്തിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് പിന്നെയും പോട്ട് ചെയ്യുക. ഓർക്കിഡിന് അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ എടുത്ത് മാറ്റി പോട്ട് ചെയ്യണതിനോ അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല. നമ്മളിത് ഇനി പോട്ട് ചെയ്താൽ ഇനിയിപ്പോൾ ഇത് മാറ്റി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം വരും, അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. പിന്നെ പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് പിന്നെ എന്താ അതിന് മരുന്ന് എന്തെങ്കിലും അടിച്ചു കൊടുക്കണമെങ്കിൽ ഒക്കെ ചെയ്യുക. അങ്ങനത്തെ ഒരു പ്രശ്നമില്ലട്ടില്ല ഓർക്കിഡിന്. ഇന്ന് തന്നെ ഇപ്പോൾ നിങ്ങൾ പോട്ട് ചെയ്ത് ഇന്ന് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വളം വേണമെങ്കിലൊക്കെ അടിച്ചു കൊടുക്കുക. അങ്ങനത്തെ ഒരു കുഴപ്പമില്ല. അതൊക്കെ എല്ലാവരും സംശയങ്ങൾ ചോദിക്കണതാണ്. അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടില്ലേ. നമുക്ക് ആദ്യമായിട്ട് ചെയ്യുമ്പോഴൊക്കെ എന്തത് ചെയ്യുക എന്ന് ഓർക്കുന്നതിനെ കുറിച്ച് ഒന്നും അറിയാതെ ഇരിക്കുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാവണ സാധാരണ തന്നെ. ഇത്രയും വില കൊടുത്ത് വാങ്ങണ പ്ലാന്റ് അല്ലേ. അപ്പോൾ നമുക്ക് പല സംശയങ്ങളും ഉണ്ടാവും. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും വളം ഇതൊക്കെ അടിച്ചു കൊടുക്കുക. സാധാ ചെടി പോലെ അല്ല. കണ്ടില്ലേ? അപ്പോൾ ഇതിൻ്റെ മീഡിയം കണ്ടില്ലേ? ഇത് മീഡിയം ഒക്കെ ഇതാ സൈഡിൽ കൂടി വെച്ചാണ് ഇത് ടൈറ്റ് ചെയ്ത് വെച്ചാണ് ഈ പ്ലാന്റ്. കണ്ടില്ലേ? മൂട് കണ്ടില്ല? പുറത്തേക്ക് തന്നെയാണ്. ഈ മൂടിൻ്റെ മേലെ ഒരിക്കലും നിങ്ങൾ പോട്ടി മിശ്രിതം ഇടരുത്. കണ്ടില്ല? അപ്പോൾ ഇത് ഇങ്ങനെ ഒന്നിച്ച് പോട്ട് ചെയ്ത് വെച്ചത് റോങ്ങായി. ഇങ്ങനെ ഇതിനെ മൂടൊക്കെ കണ്ടില്ല? അപ്പോൾ കണ്ടില്ല നിങ്ങൾ? ഇതിനെ മൂടൊക്കെ അതിൽ പോയി പോട്ടിങ്ങിൽ ആയി ഇതൊക്കെ. അപ്പോൾ അങ്ങനെ ആയി കഴിഞ്ഞാൽ അത് റോങ്ങായിരിക്കും. അപ്പോൾ ഞാൻ അതൊക്കെ പുറത്തേക്ക് ഇടുകയാണ്. ഇതുപോലെയാണ് ഇത് കൊടുക്കേണ്ടത്. കണ്ടില്ലേ? കണ്ടില്ലേ ശരിക്ക്? ഇപ്പോൾ ഹിബിക്ക് വേണമെങ്കിൽ ഞാൻ പോട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ കാണിച്ചത് കണ്ടില്ലേ? ഹിബിക്ക് ഫ്ലവർ ഇല്ലതാണ്. ഇപ്പോൾ ഇതിന് നിറച്ച് കിക്കീസുകളാണ് നിൽക്കുന്നത്. ഇതിപ്പോൾ ഈ എത്ര പോകുന്ന ചട്ടിയിലാണ് നമുക്ക് തായ്ലാൻഡിൽ നിന്ന് വരുന്നത്. ഇതിൽ പൂക്കണ എത്രയോ വലിയ പ്ലാന്റുകളാണ്. ഇങ്ങനത്തെ ഒരു ചട്ടിയിലാണ് ഇപ്പോൾ ഇത് വരിക.
അപ്പം അങ്ങനെ ഈ ചട്ടിയിൽ വെച്ചാലും ഒരു കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഭംഗിക്കും നല്ലതാക്കാൻ വേണ്ടിയിട്ടുമൊക്കെ നന്നായി നമുക്ക് നല്ല പോട്ടിൽ ഇരിക്കാനും കുറേ കാലം ഇത് വേരൊക്കെ നമ്മൾ വളവും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കൊടുക്കുമ്പോൾ വേരുകളൊക്കെ പിടിച്ച് നന്നായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോട്ട് മാറ്റുന്നത്. ഈ പോട്ടിൽ എത്ര ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. കണ്ടില്ലേ എത്ര ചെറിയ പോട്ടിൽ ഇപ്പോൾ അത് ഫ്ലവർ വന്നിട്ടുണ്ട്. ഇതിന് പുതിയ പുതിയ കിക്കീസുകൾ കണ്ടില്ലേ. പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്തിട്ടല്ല. ഇതിൻ്റെ മീഡിയത്തിന് ഒരു കുഴപ്പമില്ല. നല്ല ടൈറ്റായി നല്ല മീഡിയമാണ് ഇതിന് ഉള്ളത്. ഇതാ ചകിരി. ഈ ചകിരിയൊക്കെ കൊടുക്കുമ്പോഴുള്ള ഇതിന് നല്ല ഗ്രോത്ത്, ഇതിന് നല്ല തണുപ്പ് വേണ്ട പ്ലാന്റുകൾ തന്നെയാണ് ഇതിന്. പക്ഷേ ചകിരിയിൽ ഇരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും നനയ്ക്കരുത് എന്നുള്ളൂ. നല്ല നനവുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തൊട്ട് നോക്കണം. നനവ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ചീഞ്ഞു പോകും. അപ്പോഴാണ് ഇതിന് ഫംഗസും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വരിക. അപ്പോൾ ഈ ചകിരിയിലാണ് ഇരിക്കണമെന്ന് വെച്ചാൽ നിങ്ങളെപ്പോഴും അത് ശ്രദ്ധിച്ചാൽ മതി. ഇനിയിപ്പോൾ ഞാൻ പോട്ട് ചെയ്യണത് ഇത് കാണണമെന്നുണ്ടെങ്കിൽ ഇത് കാണിച്ചു തരാം. അപ്പോൾ എന്താ ഞാൻ ഇതിൽ മുക്കേണ്ടതും കഴുകേണ്ടതൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നല്ല. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് കാണിച്ചു തരുന്നില്ല. ഇതാ ഇതിപ്പോൾ ഞാനിത് അത്ര ഇട്ടു, കരി ഇട്ടു. ഇതേപോലെ അതിൽ വെച്ചു. ഇനി കാറ്റ്ലിയാണെങ്കിലും ഓർക്കിഡ് എല്ലാം ഇങ്ങനെ തന്നെയാണ് പോട്ട് ചെയ്യുക. പ്രത്യേകിച്ച് ഒന്നിനും മാറ്റങ്ങളൊന്നുമില്ല. കണ്ടില്ലേ ഇതിപ്പോൾ പോട്ട് ചെയ്തു. കരി സൈഡിൽ കൂടി ഇനി ഇടട്ടില്ല. ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഇട്ടു എന്നുള്ളൂ. ഇതിപ്പോൾ ഞാൻ മാറ്റി വെക്കുന്ന പ്ലാന്റാണ്, നിങ്ങൾക്ക് കാണാൻ പോട്ട് ചെയ്തതാണ്. പിന്നെ കാറ്റ്ലി ആണെങ്കിലും ഇതാ കാറ്റ്ലി അത് എടുത്തിരിക്കുന്നു. കാറ്റ്ലി ആണെങ്കിലും ഇതാ അതിൽ നിന്ന് എടുത്ത് ഇനി ഈ ചകിരി ഇതൊക്കെ പോന്നിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതൊക്കെ അതിലൊന്നും കൂടി ഉറപ്പിച്ച് വെച്ചിട്ട് ചകിരിയിൽ ഇങ്ങനെ ഇതേപോലെ ടൈറ്റ് ചെയ്ത് ചട്ടിയിൽ വെച്ചാൽ മതി. കാറ്റ്ലിയൊക്കെ എന്താ ഫലനോപ്സത്തിൻ്റെ പോലത്തെ കെയറിങ് തന്നെയാണ് അതിൻ്റേത്. കൂടുതൽ വെയിലൊന്നും തട്ടരുത്. നല്ല വെയിലത്ത് ഡെൻഡ്രോബിയത്തിന് വലിയ കുഴപ്പമില്ല. ഇബിക്കാണെങ്കിലും അത്ര വെയിലൊന്നും പറ്റില്ല. 9 മണി തൊട്ടിട്ട് 11 മണി വരെ എല്ലാ വെയിലുകൾ എല്ലാ ഓർക്കിഡിനും നല്ലതാണ്. അപ്പോഴാണ് ഇത് പൂക്കാനും ഇതിനൊക്കെ നല്ല ഇതുണ്ടാവുക. കാലാവസ്ഥ നന്നായാൽ എവിടെ എന്താണെന്നൊന്നുമില്ല, പെട്ടെന്ന് ഫ്ലവറും വരും, എല്ലാം വരും. കാലാവസ്ഥ ശരിയില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റില്ല. നല്ല ചൂടില്ല കാറ്റ് എപ്പോഴും വേണം ഇതിന്. കാറ്റുള്ള സ്ഥലം, നല്ല ചൂട് കാറ്റ് വരുന്ന സ്ഥലം, ഈ സൺസൈഡിൻ്റെ ചൂടിൽ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് പോട്ട് ചെയ്ത് വെച്ചാൽ നല്ല ഗ്രോത്താണ്. എനിക്ക് തന്നെ ഇവിടെ നല്ല മാറ്റമുണ്ട്. ഇതിപ്പോൾ ഞാൻ വാൻ്റെ പോട്ട് ചെയ്ത് വെച്ചാൽ കണ്ടില്ലേ, ഇതൊക്കെ നല്ല ഉഷാറായി പുറത്തുകൂടിയൊക്കെ വേര് വന്ന്. അതേപോലെ ടെറൈറ്റി വാൻ്റെ ചെറിയ പ്ലാന്റ് വന്നിട്ട് പോട്ട് ചെയ്ത് വെച്ചോണ്ടില്ലേ, ഒരു പൈപ്പ് ഇത് വെച്ചിട്ട് ഇത് കുറച്ച് സിമെൻറ്റിൽ നമ്മൾ ഉറപ്പിച്ച് വെച്ചതാണ്. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് ഓടും പൊട്ടും കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മേലെയാണ് കണ്ടില്ലേ, മേലെയാണ് ഇത് വെക്കുക. ഇത് താഴത്തേക്ക് ഒരിക്കലും കൊണ്ടുപോകാൻ പാടില്ല. ഇങ്ങനത്തെ മുക്കാറ ടെറൈറ്റി വാൻ്റെ എല്ലാതും വാൻ്റെ പോട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഒരിക്കലും അത് താഴ്ത്ത് വെച്ചിട്ട് അതിൻ്റെ മേലെ മീഡിയം ഇട്ട് കൊടുക്കരുത്. മീഡിയം ഇട്ടിട്ട് അതിൻ്റെ മേലെ വെറുതെ ഒന്ന് ഇത് പൊങ്ങി നിൽക്കണമെങ്കിൽ മീഡിയം വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇതിൽ മീഡിയം കൊടുക്കണം. ഇനി മീഡിയം ഇല്ലെങ്കിലും ചട്ടിയിൽ മാത്രം വെച്ചാലും മതി. ഇങ്ങനെ ഒരു പൈപ്പ് വെച്ച് കൊടുക്കണം. ആ പൈപ്പുമേ വെച്ച് കെട്ടി, അപ്പോൾ ഇത് വളരുന്നിടത്തോളം ഇതിന് ഒരു കുഴപ്പങ്ങളൊന്നും വരില്ലല്ലോ. ഇത് ആടും ഇതാകൊന്നുമില്ല. ഞാൻ പൈപ്പ് കൊടുക്കാതെ ഇപ്പോൾ അതൊന്ന് വെച്ചതാണ്. ഇതും ഗ്രോത്തൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ പൈപ്പ് ഉണ്ടെങ്കിൽ ഇതിനൊരു സെക്യൂരിറ്റിയാണ്. ഇത് വലുതായി വരുമ്പോൾ നല്ല നീളം വെച്ച് വരുന്ന പ്ലാന്റുകളല്ലേ, ഇതിനേക്കാളും വലിയ ചട്ടിയിൽ നല്ല നീളമുള്ള പൈപ്പും കൊടുത്താൽ ഒന്നും കൂടി നല്ലതാണ്. ഇത്രയൊക്കെ ഉള്ളൂ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ടാഗ് മാക്സിൻ എന്ന് പറഞ്ഞിട്ടില്ല ഒരു ഫംഗിസൈഡ് ഉണ്ട്. അത് നിങ്ങളെപ്പോഴും മേടിച്ചിട്ട് ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും പ്ലാന്റിന് അടിച്ചു കൊടുക്കണം. ടാഗ് മാക്സിനും പിന്നെ സാഫും കുറച്ച് കൂട്ടിയിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ 1 ഗ്രാം കണക്കിലാണ് എടുക്കേണ്ടത്. 1 ഗ്രാമിൽ അധികം ആകാൻ പാടില്ല. അധികമായിട്ടുണ്ടെങ്കിൽ പ്ലാന്റുകൾക്ക് കംപ്ലൈൻറ്റ് വരും, അത് ഉറപ്പാണ്. അതൊരു ആൻറ്റിബയോട്ടിക്കാണ്. ഓരോ മാസത്തിലും ഒരിക്കലും നിങ്ങളത് അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് മഞ്ഞക്കുത്ത്, ചീച്ചിൽ, ഫെലനോപ്സിസിനൊക്കെ എപ്പോഴും നമുക്ക് വരുന്നതാണല്ലോ ഈ ചീച്ചിൽ. അങ്ങനത്തെ രോഗത്തിൽ നിന്നൊക്കെ ആ പ്ലാന്റിനെ നമുക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കും. സാഫ് അടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ അടിച്ചു കൊടുത്താൽ നല്ലതാണ്, രോഗങ്ങൾ വരാതെ ഇരിക്കാനുള്ളൊരു ഇതാണെന്നുള്ളൂ. ആൻറ്റിബയോട്ടിക് ആകുമ്പോൾ നമുക്ക് പ്ലാന്റിന് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലും ഇതൊക്കെ മാറുന്നൊരു സാധനമാണ്. അപ്പോൾ ടാഗ് മാക്സിൻ നിങ്ങൾ പ്ലാന്റ് വാങ്ങിക്കണ ആൾക്കാർ ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും അത് വാങ്ങി അടിച്ചു കൊടുക്കണം. ടാഗ് മാക്സിന് എവിടുന്നാണ് കിട്ടുക എന്ന് ചോദിച്ചാൽ ഓൺലൈനിൽ നിങ്ങൾ നോക്കിയാൽ മതി. അല്ലാതെ ഏത് ഷോപ്പിൽ നിന്നാണ് എങ്ങനത്തെ ഒന്നും നമുക്കറിയില്ല. ചില അധിക ഷോപ്പിലൊന്നും ചെന്നാൽ വളങ്ങളില്ലായിടത്തൊന്നും കിട്ടില്ല അത്. അപ്പോൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്താൽ മതി. അത് കുറച്ച് സാഫിന് അളവൊന്നുമില്ല,
1 ലിറ്റർ വെള്ളത്തിൽ 1 ഗ്രാം പാഗ്മാക്സിൻ കലക്കിയിട്ട് അതിൽ കുറച്ച് സാഫും കലക്കിയിട്ട് പിന്നെ ചെടികൾ എത്ര ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ലിറ്റർ കൂടുമ്പോൾ അതിൻ്റെ ഗ്രാമും കൂട്ടുക. ഓക്കെ, ഇത്രയും. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെട്ടാൽ മതി. കോൺടാക്റ്റ് നമ്പർ അതിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ബൈ.